ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷി പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കുന്ന സമയത്താണല്ലോ ബാലനും മിത്രയും അതുപോലെ ആകാശമൊക്കെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ബാലൻ അവരോട് ചോദിക്കുകയാണ്. മിത്ര കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. കാരണം ആ 25,000 രൂപ ഒന്നാമതേ ബാലന് ദേഷ്യമുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത് അതിൻ്റെ പേരിൽ അടുത്ത പ്രശ്നവും വന്നല്ലോ എന്ന് വെച്ചിട്ട് ബാലൻ പേടിയുണ്ട് മിത്രയ്ക്ക് പറയാൻ. എന്നാലും മിത്ര പറയാണ് 25,000 രൂപ PF നിന്ന് എടുത്ത് തരാമെന്നും പറഞ്ഞിട്ടാണ് മീനാക്ഷി ചേച്ചി പോയത്. പക്ഷേ അതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ആകാശേട്ടൻ വീണ മാഡത്തിൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞതനുസരിച്ച് അയാൾ കൊണ്ട് തന്നതാണ്. ആ പൈസയാണ് ചേച്ചി എനിക്ക് തരാനായിട്ട് നീട്ടിയത്. അപ്പോൾ തന്നെ വിജിലൻസുകാർ വരികയും ചെയ്തു. അവർ വെള്ളത്തിൽ കൈ മുക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ഇല്ല, ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് മോളെ, അല്ലാതെ വേറൊന്നും വരാൻ വഴിയില്ല. അപ്പോൾ ആകാശം പറയാം, അത് ശരിയാച്ചാ, ഇതെങ്ങനെ സംഭവിച്ചത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് അകത്ത് കയറി മീനാക്ഷി കാണാം. അവൾ പറയുന്നത് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം പോരെ ബാക്കി. ശരി, അങ്ങനെ അകത്തേക്ക് കയറും. പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയാം, അകത്തേക്ക് ആ മീനാക്ഷിനെ ആരും കാണാനായിട്ട് അനുവദിക്കരുതെന്നാണ് ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ SP സാർ അവിടെ ഇല്ല, പുറത്തേക്ക് പോയിക്കാൻ, നിങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് വേണമെങ്കിൽ ഇറങ്ങിക്കോ. ശരി, അങ്ങനെ ഇവരകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ മീനാക്ഷിക്ക് ഇവരെ കാണുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടമാവുക കേട്ടോ. അങ്ങനെ മീനാക്ഷി പറയുന്നുണ്ട്, അതെ അച്ഛാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അപ്പോൾ തന്നെ ബാലൻ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കും അറിയാം, മോൾ അങ്ങനെ ചെയ്യില്ല എന്ന്. പിന്നെ മോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതാരോ ചതിച്ചതാണ് മോളെ, അത് എനിക്കും തോന്നുന്നുണ്ട്. എന്താ മോളെ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ തന്നെ മീനാക്ഷി ആകാശിനെ ഒന്നൊരു നോട്ടം നോക്കുന്നുണ്ട്, ദഹിക്കുന്നൊരു നോട്ടം. ആകാശാണെങ്കിൽ പേടിച്ച് നിൽക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ആകാശ് പറയാം, അയ്യോ മീനാക്ഷി, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കണ്ടേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛാ, ഈ നിൽക്കുന്ന ആകാശല്ലേ, ഇവൻ തന്നെയാണ് എന്നെ ചതിച്ചത്. ആകാശോ? അതെ, അല്ലാതെ വേറെ ആരുമല്ല. ആകാശേ, നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും എൻ്റെ ജോലി തെറിപ്പിക്കുന്നു കുറച്ച് ദിവസത്തോടെ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, ഇങ്ങനെ ആക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ഈ വേറെ ആരെന്നോട് എന്തൊക്കെ ചെയ്താലും, ഇവിടുത്തെ പോലീസുകാർ എന്നോട് ഹരാസ്മെൻറ്റ് കാണിച്ചാൽ പോലും ഞാൻ ക്ഷമിക്കും. പക്ഷേ ആകാശ് ചെയ്ത ഈ ഒരു ചതി മരിക്കുന്നത് വരെ ഞാനത് മറക്കില്ല. മീനാക്ഷി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, മിണ്ടിപ്പോവരുത്, എന്നോട് ഒറ്റ അക്ഷരം മിണ്ടിപ്പോവരുത്. ആകാശിന് മാത്രമേ ഇപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആകാശ് തന്നെയാണ് എന്നെ ചതിച്ചത് എന്നിങ്ങനെ ഉറപ്പിച്ച് മീനാക്ഷി പറയാം കേട്ടോ. എന്നിട്ട് ബാലനോട് പറയേണ്ട, അച്ഛാ, ഞാൻ സത്യമാണ് പറയണത്, ആകാശ് തന്നെയാണ്. എനിക്ക് ആകാശിൻ്റെ മുഖം പോലും കാണണ്ട, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ ആകാശ്. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, മോളെ അതിപ്പോൾ അവൻ എന്ത് ചെയ്തു എന്നാ? ആകാശ് കുറേ ദിവസം കൊണ്ട് ജോലി കളയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അച്ഛാ, ഒരു അവസരം കിട്ടിയപ്പോൾ പ്രയോഗിച്ചു, അത്രയേ ഉള്ളൂ. ഇറങ്ങടാ വെളിയിൽ, നീ ഇനി അവളെ കാണാൻ നിൽക്കണ്ട. ഇറങ്ങാൻ അച്ഛാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നേ. എടാ, നിന്നോടാ പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങാൻ, അവൾക്ക് കാണണ്ടെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ആകാശനെ അവിടെ നിന്ന് പറഞ്ഞയക്കാട്ടോ. അങ്ങനെ നമ്മൾ മിത്രയാണെങ്കിൽ മീനാക്ഷിനെ കെട്ടിപ്പിടിച്ച് ഒത്തിരി കരയുമൊക്കെ ചെയ്യുവാണ്. മീനാക്ഷിക്ക് അവസാനം സങ്കടം സഹിക്കാണ്ട് മീനാക്ഷി എനിക്കൊരു വിഷമമില്ലെന്ന് പറഞ്ഞെങ്കിലും കുറേ പൊട്ടി കരയാണ്. ബാലനടുത്ത് ചെന്നിരുന്നിട്ട് തോളിൽ കൈവച്ചിട്ട് പറയാം, മോളെ, നീ സത്യസന്ധയായ നല്ലൊരു ഉദ്യോഗസ്ഥയാണ്, മോളൊന്നുകൊണ്ട് പേടിക്കണ്ട, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അച്ഛനറിയാം. പിന്നെ എത്രയും വേഗം നിന്നെ ജാമ്യത്തിൽ ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. ഇല്ല അച്ഛാ, അത് നടക്കില്ല. കാരണം നാളെ സെക്കൻഡ് സാറ്റർഡേയാണ്, മറ്റന്നാൾ സൺഡേയാണ്. ഇവരിനി എന്നെ തിങ്കളാഴ്ച മാത്രമേ കോടതിയിൽ ഹാജരാക്കുള്ളൂ. അയ്യോ, അപ്പോൾ 2 ദിവസം നീ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കണ്ടേ? അതെ, അതിൻ്റെ ആവശ്യം വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇങ്ങനൊരു ചതി ആകാശ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അവനുള്ള ശിക്ഷ ഞാൻ കൊടുക്കുന്നുണ്ട്. മോളെ, നീ സമാധാനപ്പെട്ടിരി, ഒരു കുടുംബം മുഴുവൻ നിന്നോടൊപ്പം ഉണ്ട്. അതെനിക്കറിയാച്ചാ. എനിക്ക് ആ ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ കുടുംബം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടല്ലോ, എനിക്കത് മാത്രം മതി. ഞാൻ ധൈര്യത്തോടുകൂടി ഇവിടെ ഇരുന്നോളാം. ശരി, മോളൊന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങളെന്തായാലും വീട്ടിലേക്കൊന്നും പോവില്ല, പുറത്ത് തന്നെ കാണും എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങാട്ടോ. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളെ മീനാക്ഷിക്ക് നല്ല ദാഹമൊക്കെ തോന്നുകയാണ്. അങ്ങനെ വെള്ളം ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ലേഡി ഒരു കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ മറ്റേ പോലീസുകാരൻ വന്നിട്ടുണ്ട്, SP. അയാൾ വന്ന് കുറേ വഴക്കൊക്കെ കൊടുക്കുകയാണ്. ഇവൾക്ക് എന്തിനാണ് വെള്ളം കൊടുത്തത്? അയ്യോ, ദാഹജലമല്ലേ സാറേ, അതിനിപ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കും. ദാഹജലം, പാവങ്ങളുടെ കൈയിട്ട് വാരി കൈക്കൂലി വാങ്ങി ഉണ്ടാകുന്ന കുറേ ഉദ്യോഗസ്ഥരുണ്ട്, അതിലൊരുത്തിയാണ് ഇവൾ. അവൾക്ക് വെള്ളമല്ല, ഒന്നും കൊടുക്കണ്ട എന്ന് പറയാം. അപ്പോൾ മീനാക്ഷി പറയാം, എനിക്ക് വെള്ളവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. പക്ഷേ ആ പോലീസുകാർ വന്ന് പറയുന്നുണ്ട്, എടി കൊച്ചേ, നീ ഈ വെള്ളം കുടിക്കുക, ഇവിടെ ഇത് സാധാരണമാണ്, ആര് വന്നാലും പോയാലും ഇതൊക്കെ പറയും, അതൊന്നും നമ്മൾ കേട്ടതുപോലെ ഒന്നും വെക്കണ്ട, നീ കുടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ മീനാക്ഷി അതൊക്കെ കുടിച്ച് തളർന്നിരിക്കുക കേട്ടോ. പുറത്തോട്ട് ഇറങ്ങി വന്ന ബാലനാണെങ്കിൽ ആകാശിനെടുത്തിട്ട് പോയിരിക്കുകയാണ്.
ആകാശം എന്ന് കാല് പിടിക്കും പോലെ പറയാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. മിത്രേ, നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക. ഞാൻ എൻ്റെ മീനുവിനെ തകർക്കാനോ അവളുടെ ജോലി കളയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യോ? എടാ, നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. ഒരു ഭാര്യയെ ചതിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഭർത്താക്കന്മാർ ഇങ്ങനെ ചെയ്യോ? പക്ഷേ നീ അത് ചെയ്തില്ലേ? അവളത് പറയുമല്ലേ ചെയ്തെന്ന്. നീ അവളുടെ ജോലി തെറിപ്പിക്കാനായിട്ട് കുറേ ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ട് നടക്കില്ലേ? എൻ്റെ അച്ഛ, അതൊക്കെ ഞാൻ അവളെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ദേഷ്യത്തിൽ വരുമ്പോഴേ വായി തോന്നുന്നത് വിളിച്ച് പറയുന്നതാ. അല്ലാതെ അവളുടെ ജോലി തെറിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുമോ? നിന്നെ എനിക്ക് വിശ്വാസമില്ല. പക്ഷേ നിന്നെപ്പോലെ ഒരുത്തനെ ഇനി എൻ്റെ വീട്ടിനകത്ത് കണ്ണെടുത്ത് കണ്ടുപോകരുത്. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. പിന്നെ നീ ഒരു കാര്യം ചെയ്തു. ഇപ്പോൾ ഈ ഒരു ചതി ചെയ്തത് എൻ്റെ മീനാക്ഷിക്ക് ഇത്രയും നാണക്കേട് വരുത്തി വെച്ചോ. പത്രക്കാരെയും വിളിച്ച് വരുത്തി പോലീസ് സ്റ്റേഷനിലും ഇത്രത്തോളം ഇരുത്തി. പക്ഷേ സത്യം ഞാൻ വിളിച്ചത് കൊണ്ടുവരും, നീ നോക്കിക്കോ. എന്നിട്ട് ഇതേപോലെ തന്നെ ഇതേ പത്രക്കാരെ വിളിച്ച് വരുത്തി നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യിക്കണം, കാണിച്ചു തരാം. ഇതേ പോലീസ് സ്റ്റേഷനിൽ അവൾ അനുഭവിച്ച വേദന നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിച്ചു തരും. ഇപ്പോൾ അച്ഛാ, ദേവി തന്നെ വിശ്വസിക്കച്ചാ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവളെ ചതിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഞാനല്ല, ഇത് വേറെ എന്തോ ആണെന്നോ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് അവൻ ന്യായം പറയുന്നു. കടന്നു പോടാ എൻ്റെ മുമ്പിലെന്ന് പറഞ്ഞ ഒറ്റ അടി കൊടുക്കാട്ടോ. ആകാശ റോഡിലേക്ക് മറിഞ്ഞു വീഴുവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ മിത്ര ഓടിപ്പോയി ഞങ്ങളെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് തടസ്സപ്പെടുത്താണ്. അങ്ങനെ ആകാശ് ഭയങ്കര സങ്കടത്തോടെ അവിടുന്ന് പോവാം. വീട്ടിലാണെങ്കിൽ അന്ന് രാത്രി നമ്മുടെ ആനന്ദ് വരുവാണ്. വരുമ്പോൾ തന്നെ സിറ്റ് ഔട്ടിലോ ഹാളിലോ ഒന്നും ലൈറ്റില്ല, ഭയങ്കര ഇരുട്ട്. ഡോർ തള്ളി തുറക്കുമ്പോൾ ഹാളിൽ നമ്മുടെ അനുമോൾ ഇരിക്കുക കേട്ടോ. അപ്പോൾ അനുമോളോട് ചെന്ന് ചോദിക്കുകയാണ്, അയ്യോ എന്ത് പറ്റി, മോൾ എന്തിനാ ഇവിടെ നിന്ന് കരയണേ? അനു അങ്ങോട്ട് പൊട്ടി കരയാൻ തുടങ്ങി. ഏട്ടാ, ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഏട്ടനെ അറിഞ്ഞില്ലല്ലോ, എന്താ കാര്യം, ഇവിടെ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും ചോദിക്കുകയാണ്. അപ്പോഴാണ് അനുമോൾ അവിടെ നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് വിവരിച്ച് കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ആനന്ദാകെ തകർന്നു പോയി. ദൈവമേ, മീനാക്ഷിക്ക് അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല. മീനാക്ഷി അങ്ങനെയൊന്നും ചെയ്യുന്നൊരു കുട്ടിയല്ലെന്ന് നമുക്കറിയാമല്ലോ. അറിയാം, പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അച്ഛനൊക്കെ അങ്ങോട്ട് പോയേക്കാം, മീനാക്ഷി ചേച്ചി ഇനി 2 ദിവസം ജയിലിലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ ഭയങ്കര സങ്കടത്തിലും വിഷമത്തിലും കേട്ടോ. അങ്ങനെ എന്തായാലും മോള് വിഷമിക്കാതെ ഞാനും കൂടെ ഒന്ന് പോയി അന്വേഷിച്ചിട്ടൊക്കെ വരാം എന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ആനന്ദ് നേരെ അകത്തേക്ക് കയറി ചെല്ലാട്ടോ. അപ്പോൾ പാവം പിടിച്ച മീനാക്ഷി ഒരു കള്ളത്തരം ചെയ്യുകയോ ചെയ്യാത്ത മീനാക്ഷിനെ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ പിന്നെ ഇവിടെ ഒരു കള്ളിയുണ്ടല്ലോ, ആരാ, നമ്മുടെ ദേവി. അവളെന്നിട്ട് വിലസ് നടക്കുമല്ലോ. അതാണ് നമ്മുടെ ആനന്ദിൻ്റെ മനസ്സിലുള്ള രീതി കേട്ടോ. ആനന്ദ് എന്താണ് ദേഷ്യം കൊണ്ടിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലാണ്. ചെന്നിട്ട് ദേവി അവിടെ വിഷമിച്ചിരിക്കുകയാണല്ലോ. ദേവിയോട് ചോദിക്കാം, തൃപ്തിയായോടി നിനക്ക്? എടി, തൃപ്തിയായോ എന്ന്? എന്താ ആനന്ദേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അയ്യോ, അവളൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഇവിടെ പാവം പിടിച്ച മീനാക്ഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ, നിനക്ക് സമാധാനമായോ? ആനന്ദേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? അവൾ എൻ്റെ സ്വന്തം സഹോദരിയാണ്. അവൾക്ക് എന്തെങ്കിലും വന്നാൽ അതെനിക്ക് വേദനയാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ സമാധാനപ്പെടുകയല്ല. എന്തൊക്കെയാണ് പറയുന്നത് എന്നിങ്ങനെ ചോദിക്കാട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട്, മതിയടി, നിർത്തിക്കോ, ലോക കള്ളിയാ നീ, കള്ളി. നിന്നെ വേണം ഇവിടുന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട്. പാവം പിടിച്ച മീനാക്ഷിയെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. നിൻ്റെ അച്ഛനെ 2 ദിവസത്തിനൊക്കെ ഞാൻ ഇതുപോലെ ജയിലിൽ കയറ്റുന്നത് ഞാൻ കാണിച്ചു തരാടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിട്ടോ. ദേ ആനന്ദേട്ടാ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ അച്ഛനെയും പറഞ്ഞു, പക്ഷേ മീനാക്ഷിക്കെതിരാണ് ഞാനെന്ന് പറയുന്നത് ശരിയല്ല. നിർത്തടി, വാ അടച്ച് വെക്കടി, എന്നോട് നീ സൗണ്ട് ഉറച്ച് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി കാണും തകർക്കാട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്